ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കലുമല്ല. ഞാനിന്ന് എൻ്റെ മുറ്റത്തുമല്ല, തോട്ടത്തിലൊന്നുമല്ല. ഞാനിന്ന് എൻ്റെ വീട്ടിൽ എൻ്റേതായ റൂമിലാണുള്ളത്. ഇതെൻ്റെ സ്ഥലമാണ് അവിടെ ഉള്ളത്. ഞാൻ എന്തിനാണ് വന്നതെന്നറിയോ? നമ്മളെ ചാനൽ സീറോമെന്ന് തുടങ്ങി വളർന്ന് വലുതായി 1.5 ലക്ഷം ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ വന്നു. നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ 150K ആയിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കണം, നിങ്ങളോട് നന്ദി പറയണമല്ലോ. നിങ്ങളാണല്ലോ എനിക്ക് 1.5 ലക്ഷം സബ്സ്ക്രൈബർ ആക്കി തന്നത്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ താഴെ സബ് ചെയ്തല്ലോ. അപ്പം നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദിയൊന്നും പറയാം, അതിനേക്കാൾ എന്താ ഉണ്ടെങ്കിൽ അതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ 150 ആൾക്കാരും എൻ്റെ മനസ്സിലുണ്ട്. ഓരോരുത്തരും ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നത് ആ 150, എനിക്ക് ഇന്നലെ ആയിട്ടുണ്ട് 150. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്നലെ കണ്ടപാടെ തന്നെ ഞാൻ നന്ദി പറയണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. ഞാനിപ്പോൾ വയനാട് ജില്ലക്കാരിയാണല്ലോ, വയനാട്ടിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വയനാട്ടിലിപ്പോൾ മേപ്പാടി ഭാഗത്ത് തുരങ്കപാത നിർമ്മിക്കുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് വീണ് ഭയങ്കര അപകടം പറ്റിയല്ലോ. അപ്പോൾ ഞാൻ അപകടം പറ്റിയപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം കണ്ടത് ഞാനപ്പോൾ കേട്ടോ. എത്ര കമൻറ്റാണ് വന്നത്. നിങ്ങൾ സുരക്ഷിതരാണോ, നിങ്ങൾ സുരക്ഷിതമായി നിൽക്കുന്നുണ്ടോ, നിങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ കള്ളാടിമുക്ക് അവിടെയാണോ വീട്, മേപ്പാടിയാണോ? എൻ്റെ അടുത്ത് എത്ര മെസ്സേജാണ് വന്ന്. അപ്പം ഞാൻ വിചാരിക്കും എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ആൾക്കാർ. ഞാൻ തിരിച്ചു നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടപ്പോൾ സന്തോഷം, പിന്നെ സന്തോഷം കൊണ്ട് സങ്കടം വരുന്നത്. ഒത്തിരി എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇന്നലെ തൊട്ട് രാവിലെ തൊട്ട് വരുന്നുണ്ട് മെസ്സേജ്. നിങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ സേഫാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ സേഫാണ്. കാരണം ഞാൻ വയനാട്ടിൽ മാനന്തവാടി ഭാഗത്താണ് താമസിക്കുന്നത്. മാനന്തവാടി 5-ാം മൈൽ. ഇപ്പോൾ കൽപ്പറ്റയെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഭാഗത്താണ് മേപ്പാടി, ചൂരൽമല, മുണ്ടക്കയ, അങ്ങനെ ആ ഭാഗത്താണ്. ഞാൻ ഇങ്ങേ ഭാഗത്ത് മാനന്തവാടി ഭാഗത്താണ്. ഇവിടെ ഇപ്പം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെയാണ് പിന്നെ ഉരുൾപൊട്ടിയതും മണ്ണിടിഞ്ഞതും എല്ലാം അവിടെയാണ് കേട്ടോ. ഇപ്പം ഞാൻ അന്വേഷിച്ചതിന് ഞാൻ 150K നന്ദി പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി നന്ദി പറയും. എന്നോട് സ്നേഹം കൊണ്ട് നിങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ ഞാൻ സേഫാണ് കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പല്ലേ, അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സബ് ചെയ്യുന്നൊന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാവരുടെ അടുത്തേക്കും ഞാൻ എൻ്റെ ലിങ്ക് അങ്ങ് വിട്ടുകൊടുത്തു കേട്ടോ. എല്ലാവർക്കും, എനിക്ക് പരിചയമുള്ള എല്ലാവരുടെ അടുത്തേക്കും ഞാൻ ലിങ്ക് വിട്ടിട്ട് ഒന്ന് സബ് ചെയ്യണേന്നൊക്കെ പറയും ഞാൻ കേട്ടോ. എന്നിട്ട് അവർ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു നാണക്കേടും ഇല്ലാണ്ട് ഞാൻ വീണ്ടും ചോദിക്കും, സബ് ചെയ്തോ, സബ് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോനെന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ അങ്ങനെ ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട അവരറിയാൻ നിങ്ങൾ സബ് ചെയ്തിരിക്കൂ. അപ്പം ഞാൻ വിചാരിച്ചു, അതെങ്ങനെയാണ് ഞാൻ വീഡിയോക്ക് ഞാൻ പറയാതെ സബ് ചെയ്യൽ? എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയത്. പിന്നെ എനിക്ക് മനസ്സിലായത് കേട്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എത്രയോ ആൾക്കാർ എൻ്റെ വീഡിയോ, പ്രധാനമായിട്ട് പറയാം, എൻ്റെ വീഡിയോ ഉള്ള ഫുൾ കൃഷിയാണല്ലോ. അപ്പോൾ ഈ കൃഷി എല്ലാവർക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ കൃഷി ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മടങ്ങി വരുന്നുണ്ട്, കൃഷിയിലോട്ട് വരുന്നുണ്ട്. ഈ മരുന്നിൻ്റെയൊക്കെ രോഗങ്ങൾ, മരുന്നിൻ്റെയൊക്കെ പേടി കാരണം മരുന്ന് കുളിച്ച പച്ചക്കറിയാണെന്നൊക്കെ കേട്ടിട്ട് ഒരു പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അത് കറിവേപ്പിലയിൽ വരെ. അന്നേരം പിന്നെ എല്ലാവരും സ്വന്തമായിട്ടൊക്കെ കുറച്ചൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൃഷി എടുക്കുന്നതും ഞാൻ കാണിക്കും, വിളവെടുപ്പും കാണിക്കും, നിറഞ്ഞു നിൽക്കുന്നതും കാണിക്കും, ലൈവായിട്ട് കാണിക്കുകയാണല്ലോ. അപ്പോൾ എത്രയോ പേർക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ
ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടം തോന്നി, ഒരു പുതുമ തോന്നി. എൻ്റെ കൂടുതൽ കരിയിലാണല്ലോ, സീറോ കോസ്റ്റ്, പൈസയും മുടക്കില്ല, സിമൻറ്റ് ചക്ക അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൂടുതലും ആൾക്കാർ, അങ്ങനെയാണ് എനിക്ക് സബ്സ്ക്രൈബറെ കൂടാൻ കാരണം. അങ്ങനെ കുറച്ച് ഒരു വേഗത്തിലാണെന്ന് എല്ലാവരും പറയുന്നത്, കുറച്ച് സ്പീഡിൽ വന്ന് ആൾക്കാർ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനിപ്പം ചാനൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ 2026 2024 നവംബർ 1 തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന നവംബറില്ലേ, ഇതിപ്പം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, പിന്നെ നവംബർ 1 2 വർഷം പൂർത്തിയാവും. ഇപ്പോൾ 1.25 വർഷമായില്ലേ. അപ്പോഴേക്കും എനിക്ക് 1.5 ലക്ഷമായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിട്ടയർഡായിട്ട് ഈ അകത്ത് ഒതുങ്ങിക്കൂടുന്ന ഞാൻ പച്ചക്കറി എനിക്ക് പണ്ടേ ഉണ്ട്, ഇപ്പോൾ ഒന്നുമല്ല, എനിക്ക് പണ്ടേ പച്ചക്കറി ഉണ്ടാക്കലാണ് എൻ്റെ പണി. അല്ലെങ്കിൽ കൃഷിയാണ്. കൃഷി എനിക്കൊരു പാഷനാണ്, ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത്, അതിൻ്റെ രീതികൾ കാണിച്ചു കൊടുത്തിട്ട് ഇത്രയും പ്രിയപ്പെട്ടവരെ എനിക്ക് കിട്ടിയല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഞാനിവിടെ മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ട ഞാനിപ്പം പുറത്തിറങ്ങി എനിക്ക് എത്ര സ്നേഹിക്കുന്നവരാണ് കിട്ടിയത്. എൻ്റെ അമ്മോ, ഞാനിങ്ങനെ വിചാരിക്കും, നമ്മളെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു വീതം ജില്ലയിലൊക്കെ ഉണ്ട്, പുറത്ത് എവിടെയൊക്കെ ഉണ്ട്, UK-യിലുണ്ട്, ഖത്തറിലുണ്ട്, ദുബായിലുണ്ട്, പിന്നെ ലക്ഷദ്വീപിലുണ്ട്. ലക്ഷദ്വീപ് ഞാൻ വിട്ടുപോയാൽ എൻ്റെ അമ്മോ ഷഹനാസ് എന്നെ കൊന്ന് കുഴിച്ചു മൂടും. അത്രക്കും ഞാൻ എന്തെങ്കിലും പറയുന്നതില്ല, കമൻറ്റിൽ ഞാൻ ഷഹനാസിനെ ലക്ഷദ്വീപുകാരെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്നോട് പറയൂ ഞങ്ങളെ മറന്നു പോയില്ലേ എന്നുള്ള. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് ആൾക്കാരെ കിട്ടി. ഞാനിവിടെ മൂലയിൽ ഒതുങ്ങാതെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ, എന്നെ സ്നേഹിക്കുന്നവരെ കിട്ടി. എനിക്കുണ്ടല്ലോ ആഴ്ചയിൽ ഒരു 3 ടീം ആൾക്കാരെങ്കിലും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇന്ന് വന്നു. ഇന്നലെ എനിക്ക് ഒരു ബസ് നിറയെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ മുക്കം കൊടിയത്തൂരാണല്ലോ, കോഴിക്കോട് മുക്കം കൊടിയത്തൂരുള്ള ആളാണല്ലോ ഞാൻ. അപ്പോൾ അവരൊക്കെ ആ ഭാഗത്തുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഫാനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഗ്രൂപ്പായിട്ടാണല്ലോ ഇപ്പോൾ ടൂറൊക്കെ പോവുക. അപ്പോൾ വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ. അപ്പോൾ അയൽക്കൂട്ടക്കാരൊന്നിച്ച് അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, പിന്നെ തൊഴിലുറപ്പുകാർ, അങ്ങനെ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ്, അങ്ങനെ ഒന്നിച്ചാണല്ലോ ഇങ്ങനെ ടൂറൊക്കെ പോവുക. അങ്ങനെ ഒരു ബസ്സാൾ വരുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് വീട് എവിടെയെന്നൊക്കെ പറഞ്ഞു തരണേ. ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരോട് നമ്പർ വാങ്ങിയിട്ട് വിളിച്ചിരുന്നു. ഇന്നലെ ഒരു ബസ്സിന് ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് വരാൻ പറ്റിയില്ല. വന്നു വയനാട്ടിലേക്ക്. പെട്ടെന്നാണല്ലോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി. അപ്പം ചുരം ബ്ലോക്കാവുമെന്ന് വിചാരിച്ച് കാണും, അതുകൊണ്ടായിരിക്കും വന്നിട്ടില്ല, ഇന്നലെ വന്നിട്ടില്ല. ഇന്നൊരാൾ വന്നു, കഴിഞ്ഞ ആഴ്ച വന്നു. അങ്ങനെ എപ്പം വരും. ഒരുവിധം വന്നവരൊക്കെ ഞാൻ റീൽസ് ഇടാറുണ്ട്. എൻ്റെ അടുത്ത് വന്നവരൊക്കെ ഞാൻ റീൽസ് ഇടാറുണ്ട്. ഇപ്പോൾ വരുന്നവരൊക്കെ ഇങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരുന്നവരാണെങ്കിൽ എനിക്ക് ഇവിടെ ഇല്ലാത്ത പൂക്കൾ ഉണ്ടാവുമല്ലോ, പൂക്കളും പച്ചക്കറികളും ഒക്കെ. അപ്പോൾ അറിയാലോ എൻ്റെ ഇത് കണ്ടിട്ട് ഇവിടെ ഏതെല്ലാന്നൊക്കെ ഉള്ളത്. അവരുടെ അടുത്ത് അതുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവരും. അങ്ങനെ ഇന്ന് എനിക്ക് കൊണ്ടുവന്നത് 10 മണിൻ്റെ കുറേ ഇതളുള്ള ഇങ്ങനെ അതുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അതെനിക്ക് കൊണ്ടുവന്നു. എൻ്റെ അടുത്തില്ല, അതെനിക്ക് കൊണ്ടുവന്നു. എനിക്ക് കൊണ്ടുവന്ന് ഞാൻ നിന്ന് നടുകയും ചെയ്തു. അങ്ങനെയൊക്കെ എനിക്ക് കൊണ്ടുവരുന്നവരൊക്കെ പച്ചക്കറി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറേ സമ്മാനങ്ങളും എനിക്ക് കൊണ്ടുവരുന്നുണ്ട്. മഞ്ചേരിയുള്ള കുരിക്കൾസ് ഫാമിലി എന്നെ കാണാൻ വന്നത്, അവരൊക്കെ എന്നെ ഞെട്ടിച്ച രീതിയിലാണ് വന്നത് കേട്ടോ. പിന്നെ വാരാമ്പറ്റുള്ള നസീം എനിക്ക് കൊണ്ടുവന്നത്. പിന്നെ വയനാട് ജില്ല ജമാഅത്തെ ഇസ്ലാമി വനിതാ വിങ് എനിക്ക് പലകം കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് കുറേ പേര് തന്നിട്ടുണ്ട് കുറേ സമ്മാനങ്ങൾ. എല്ലാം തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാരണം എനിക്ക് കുറേ പേരെ പ്രിയപ്പെട്ടവരെ എനിക്ക് കിട്ടിയതും ഈ സമ്മാനം എനിക്ക് കിട്ടാൻ കാരണവും എല്ലാം അതിനൊക്കെ ഞാൻ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം
പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ പൂക്കളും പച്ചക്കറികളും നട്ട് അങ്ങോട്ട് മുറ്റം തിങ്ങി നിറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെ കുടുംബത്തിൽ യൂട്യൂബ് കുടുംബത്തിലെ ആൾക്കാർ എന്നോട് പറയും പാമ്പിനെ ശ്രദ്ധിക്കണേ, അങ്ങനെ ഇരുട്ട് പോലെ ആക്കരുത്, അടിഭാഗം കുറച്ച് മുട്ട പോലെ ഇങ്ങനെ അടിഭാഗം കാണുന്ന രീതിയിൽ കുറേ ഇലകളൊക്കെ പറിച്ച് മാറ്റണേ എന്നൊക്കെ പറയും. എന്നോട് ഉള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതുപോലെ ഗ്ലൗസൊന്നും ഞാൻ ഇടലില്ലായിരുന്നു. ഗ്ലൗസ് ഇടാതെയാണ് ഇത്രയും വർഷം ഞാൻ പണിയെടുത്തത്. ഞാനിപ്പോൾ ആ ഗ്ലൗസൊക്കെ വാങ്ങാൻ തുടങ്ങി. അതൊക്കെ നമ്മളെ ഈ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാൻ തുടങ്ങിയത്. അവർ പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇറുക്കിളി തട്ടുക അല്ലെങ്കിൽ ചളി തന്നെ ആവുമല്ലോ, വൃത്തികേടാവുമല്ലോ. പിന്നെ പാമ്പിൻ്റെ പിന്നെ പറയണ്ട, അതിനൊക്കെ രക്ഷപ്പെടാൻ ഗ്ലൗസ്. അങ്ങനെ ഞാൻ ഗ്ലൗസ് വാങ്ങി. പിന്നെ ഈ മുറ്റം നിറയെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി. അങ്ങനെ പാമ്പിനെ അങ്ങനെ കണ്ടിട്ട് ഞാൻ കരിയില കമ്പോസ്റ്റിൻ്റെ ആളാണല്ലോ. കരിയില വാരുമ്പോൾ മരിച്ച കേസുകളൊക്കെ ഉണ്ടല്ലോ പാമ്പ് കടിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്നെ ഓർമ്മ വരുന്നത് എന്നുള്ളത്. അങ്ങനെ എനിക്ക് കുറേ കമൻറ്റ് വന്നു, ശ്രദ്ധിക്കണേ. ഞാനിപ്പം കരിയില വാരാൻ പോക്കില്ല, കാരണം മഴയാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ മുറ്റത്തുള്ള ചെടികൾ മൊത്തമായിട്ട് മാറ്റി മറിച്ചു. എന്നിട്ട് പിന്നെ മോനെന്താക്കി, മക്കൾ രണ്ടാളും പിന്നെ കമ്പിയെല്ലാം ഇറക്കിയിട്ട് എനിക്ക് അതിനനുസരിച്ചുള്ളത് തട്ട് ഇങ്ങനെ ഉണ്ടാക്കി തന്നു. ഇങ്ങനെ കയറ്റി വെക്കുക, നടുഭാഗമൊക്കെ അങ്ങ് ഒഴിച്ചിട്ട്. അതൊക്കെ ഞാൻ യൂട്യൂബിൽ വന്നത് കൊണ്ടുണ്ടായ മാറ്റങ്ങളാട്ടോ. നിങ്ങൾ പറയുന്നത് ഞാൻ അതുപോലെ അനുസരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് മക്കളത് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറയുന്നോ ഞാനും കാണും, എൻ്റെ മക്കളും കാണും. അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി പൂക്കളൊക്കെ മാറ്റി നടന്നു പോകുന്ന രീതിയിലാക്കി, പാമ്പിനെ പേടിച്ച് ഗ്ലൗസ് എടുത്ത് എല്ലാം ആക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു വീഡിയോ ഇടുകയാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുന്ന കുറേ പേര് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. അവരെങ്ങാനും ഇടയ്ക്ക് കമൻ്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. കാരണം എന്താ അറിയോ, എന്തായിക്കല്ലേ പഠിച്ചവനെ ഓൾക്ക് പറ്റി, എന്താ ഇപ്പോൾ ഇവരെ കാണാത്ത നമ്പറാണ് എൻ്റെ കയ്യിലുമില്ല. എൻ്റെ നമ്പർ ചോദിച്ചാൽ ഞാനങ്ങ് കൊടുക്കുകയില്ല ആർക്കും. കാരണം ഞാൻ എൻ്റെ വീഡിയോയിലിടലില്ല. ഇവിടെ വന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ല പറയാൻ. അപ്പോൾ എനിക്കൊരു സങ്കടം വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ വരാത്തതെന്നും കൂടി ഞാൻ ഇന്ന് തിരക്കാന്നൊക്കെ പറയണേ. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം. കാരണം നിങ്ങളെന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ജയന്തി ഉണ്ട്, വൈഷ്ണവി ഉണ്ട്, അഞ്ജു ഉണ്ട്, സോനു ഉണ്ട്, സീനു ഉണ്ട്, പിന്നെ എത്രയോ ആൾക്കാർ, പിന്നെ നമ്മളെ കണ്ണൂർ ഷെരീഫ ഉണ്ട്. പിന്നെ എത്ര ഇടയ്ക്ക് വിട്ടുപോകട്ടോ, ദേഷ്യം പിടിക്കും ഓൽക്ക്. സ്ഥിരമായിട്ട് ഇടുന്നല്ലോ എനിക്കിങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. പിന്നെ അതുണ്ട്. പിന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ കുറേ പേരുണ്ട്. ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഇവിടെ ചാനൽ വീഡിയോ നീണ്ടുപോകും, കിട്ടുന്നുമില്ല. അങ്ങനെ ആരും വിഷമിക്കരുത്, എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടിയതാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറേ പേര് കാണുന്നവരെ എൻ്റെ ഒരുവിധം എൻ്റെ ഏജായ കുറേ ആൾക്കാരാണ് എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നവർ. അവർ എന്താന്ന് പറഞ്ഞാൽ അവർ കാണുകയുള്ളൂ, അവർ ഇങ്ങനെ ഇതിടില്ല, കമൻ്റൊന്നും ഇടില്ല. ലൈക്ക് തന്നെ കുറേ പേർക്ക് അറിയാം. അങ്ങനെ എനിക്ക് പറഞ്ഞു തരലുണ്ട്, ഇങ്ങനെ ലൈക്ക് അടിച്ച് ഇങ്ങനെ കാണിച്ചതൊക്കെ തരലുണ്ട് എനിക്ക്. പിന്നെ ഉപ്പുമാങ്ങ അവരിപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയതാണ്, എനിക്ക് പേര് മൊത്തം കിട്ടുന്നില്ല. നുസ്രത്ത് കമൻ്റ് ഇടുന്നുണ്ട്. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നമ്മളിപ്പോൾ എങ്ങനെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം എന്നെ കാണാം, പക്ഷേ ഞാൻ നിങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ കുറേ പേരെ കണ്ടിട്ടു ഇവിടെ വന്നതിന് ശേഷം. കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ തിരിച്ച് ഫോൺ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിക്കാൻ ആ ഒരു പ്രയാസമല്ലേ. അതുകൊണ്ട് ഞാനിനി ഇതിപ്പം ജൂലൈ ആണല്ലോ, എൻ്റെ ബോഗൺവില്ലൻ്റെ ഭംഗി കണ്ട കുറേ ആൾക്കാർ നമ്മളെ ചാനലിലേക്ക് വന്നത്. പക്ഷേ ബോഗൺവില്ല മൊത്തം ഞാൻ പ്രൂൺ ചെയ്യാൻ പോവുക. ഇനി പൂക്കൾ ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചുണ്ട് ചില ചെടിമേലൊക്കെ. അപ്പം ഞാനതൊക്കെ
ഒക്കെ അങ്ങോട്ട് വെട്ടി മാറ്റും. എന്നിട്ട് രണ്ടാമത് ഉഷാറിൽ തളിര് വരും. വെട്ടി മാറ്റുമ്പോൾ തന്നെ ഞാൻ ഇതിലെ പോകുന്നവരോടൊക്കെ പറയും കൊണ്ടുപോയിക്കോളി എന്ന് പറയും. പക്ഷെ വെട്ടി മാറ്റുമ്പോൾ ആർക്കും വേണ്ട, കാരണം അന്നേരം പൂക്കളില്ല. രണ്ടാമത് ഇങ്ങനെ ഒക്ടോബർ ആയിട്ട് ഇങ്ങനെ തുടങ്ങും, പൂക്കൾ ഇങ്ങനെ വരാൻ തുടങ്ങും, നിറച്ച് പൂക്കളാവും. അന്നേരം തൊട്ട് തുടങ്ങും, ഒരു കമ്പ് തരുമോ. അതൊക്കെ സ്വാഭാവികം അല്ലേ, നമ്മളെ സ്നേഹിച്ചിട്ടാണല്ലോ വരുന്നത്. എനിക്കങ്ങനെ ആര് വന്നാലും ഞാൻ കമ്പ് കൊടുക്കാണ്ടിരിക്കില്ല. എല്ലാ ചെടീൻ്റെ എന്നോട് പറയാൻ കൊടുക്കും. പിന്നെ ഡെയ്സിയൊക്കെ ഞാൻ കുറേ ഇങ്ങനെ പരത്തി ഇങ്ങനെ നട്ടുണ്ടാക്കിയത്, കാരണം എന്നെ കാണാൻ ഇങ്ങനെ വരുന്ന എൻ്റെ ഫാൻസും തന്നെ പറയുക. വരുമ്പോൾ അവർ ഡെയ്സിയൊക്കെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഡെയ്സി, ജെറേനിയോ, പിന്നെ മെലസ്റ്റോമ ഒക്കെ. ഇന്നിപ്പോൾ വന്ന സൂറ എന്ന് പറഞ്ഞ ആൾക്ക് ജെറേനിയും മെലസ്റ്റോമയും നട്ടിട്ട് ചീഞ്ഞു പോവുകയാണ്, പിന്നെ വേര് പിടിക്കുന്നില്ല. എന്താ എനിക്കറിയില്ല, ഞാൻ നട്ടിടത്തോളം ഒന്നും വേര് പിടിക്കാണ്ട് നിന്നില്ല, കുഞ്ഞു തൈകളാകുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കുമെന്നറിയോ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രം നിറയെ ഞാറ് നട്ട പോലെ മെലസ്റ്റോമ നട്ട് വെച്ചിട്ട്, എന്നിട്ട് അത് വേര് വന്ന് നല്ല കരുത്തുള്ള തൈയാകുമ്പോൾ എന്തായാലും എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പ്രസൻറ്റ് കൊടുക്കണ്ടേ. അന്നേരം ഞാൻ അതിൽ നിന്ന് ചെടി വേരോടുകൂടി ഞാൻ അവർക്ക് കൊടുക്കും. ഡെയ്സിയും കൊടുക്കും, മെലസ്റ്റോമയും കൊടുക്കും, ജെറേനിയ കൊടുക്കും. ഇന്നിപ്പോൾ 8-10 ജെറേനിയ പീസ് നട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് ഞാൻ ഇന്നും കൊടുത്തു ആൾക്കാർക്ക്, കാരണം ക്യാബേജ് ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ള അറിയുന്നില്ല. അതൊക്കെ എൻ്റെ ചാനലിൽ വന്ന് പഠിച്ചതിന് ശേഷം ഇനിയുള്ളവരൊക്കെ ഇനി തൈ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് തോന്നണ അങ്ങനെ കണ്ടിട്ട് ഞാനത് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നവരെ, എന്നെ സ്നേഹിച്ച് ഇങ്ങോട്ട് വരുന്നവരെ തിരിച്ചും ഞാൻ സ്നേഹിക്കാറുണ്ട്, ഞാൻ കൊടുക്കുക. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ 1.5 ലക്ഷമാണ് ആയത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഈ 1.5 ലക്ഷം ആയത്, എല്ലാവർക്കും 10 ലക്ഷം 20 ലക്ഷം അങ്ങനെ ആയി കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് 1.5 ലക്ഷം ആയത് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അവരൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. എനിക്ക് 1.5 ആയിട്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പിയില്ല. അങ്ങനെ 1 ലക്ഷം ആയപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പ്ലേ ബട്ടൺ. ഇത് കിട്ടിയത് നിങ്ങൾക്കാണ് ഞാനിത് സമർപ്പിക്കേണ്ടത്. ഇത് ഞാൻ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഞാനിവിടെ ചുമരുമ തൂക്കിയതാ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പ്രശ്നമല്ല. നമുക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട്. അവരവൻ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമായാലും മതി, പിന്നെ ചെടികൾ, അങ്ങനെ പലതും ഉണ്ടാകുമല്ലോ, അതൊക്കെ കാണിച്ചിട്ട് ചാനൽ തുടങ്ങിയാൽ മതി. എനിക്ക് വിജയിച്ചല്ലോ, അതുപോലെ നിങ്ങൾക്ക് എന്തായാലും വിജയിക്കും. നിങ്ങളെല്ലാവരും നല്ല സ്മാർട്ടുകാരാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നീണ്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരാരും എൻ്റെ കൺമുമ്പിലില്ലെങ്കിലും എൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങളെ ഞാൻ 150 ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബിന് സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.